ഇന്നത്തെ കഥ ക്രിസ്മസിനെ കുറിച്ചാണ്. അതായത് നസ്രത്ത് എന്ന ഒരു ആട്ടിടയന്മാരുടെ രാജ്യത്തിൽ മറിയ എന്നൊരു സുന്ദരിയായ ഒരു യുവതി താമസിച്ചിരുന്നു. മറിയയാണെങ്കിൽ ഒരുപാട് ദൈവഭക്തിയുള്ളവളും നന്മ നിറഞ്ഞ ഹൃദയമുള്ളവളും ആയിരുന്നു. അങ്ങനെ യോസഫ് എന്ന ഒരാളുമായിട്ട് മറിയയുടെ കല്യാണം നിശ്ചയിക്കപ്പെടുകയാണ്. അപ്പോൾ മറിയ കല്യാണത്തിനുള്ള പരിപാടികളുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ട ഒരുക്കങ്ങളുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി തൻ്റെ ജനലരികിൽ ഒരു വെള്ളി വെളിച്ചം കണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അവിടെ ഗബ്രിയേൽ ദൈവദൂതൻ എന്നൊരാൾ പ്രത്യക്ഷപ്പെടുന്നത് കാണുകയാണ്. അതായത് ഈ ഗബ്രിയേൽ ദൈവദൂതൻ ദൈവത്തിൻ്റെ മെസ്സഞ്ചറുമായിട്ടാണ് മറിയയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ വെളിച്ചത്തിൽ നിന്നും ഒരു ഗബ്രിയേൽ ദൈവദൂതൻ ഇറങ്ങി വരികയും മറിയത്തിനോട് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിലും കൂടുതൽ നിന്നെയാണ് ദൈവം ഒരു ദൈവദൂതന് ജന്മം കൊടുക്കുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ആ ഗബ്രിയേൽ ദൈവദൂതൻ മറിയയോട് പറയുന്നു. മറിയ പറയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കാനും പ്രസവിക്കാനും എനിക്ക് കഴിയില്ല എന്ന് മറിയം ദൈവദൂതനോട് പറയുകയും ദൈവദൂതൻ പറയുകയാണ്, ദൈവം അതിലിടപെടും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ് ഗബ്രിയേൽ ദൈവദൂതൻ അപ്രത്യക്ഷനാവുന്നു. അങ്ങനെ മറിയം ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിക്കുകയാണ്. അതാണ് കന്യാമറിയം എന്ന് മറിയത്തിന് പേര് വരാൻ കാരണം. അങ്ങനെ ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിക്കുകയും തൻ്റെ ഭർത്താവാകാൻ പോകുന്ന യോസഫിനോട് ഈ വിവരങ്ങളെല്ലാം തന്നെ മറിയം പറയുകയും യോസഫ് മറിയയെ കല്യാണം കഴിക്കുകയും ഒരു മകളെ പോലെ തന്നെ ഗർഭശുശ്രൂഷകൾ ചെയ്ത് മറിയത്തിൻ്റെ കൂടെ താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ കൈസർ രാജാവ്, അതായത് നസ്രത്തിൽ ഉണ്ടായിരുന്ന കൈസർ രാജാവ് ഒരു അംഗസംഖ്യ കണക്കെടുപ്പ്, അതായത് ജനസംഖ്യാ കണക്കെടുപ്പ് എടുക്കാൻ വേണ്ടി അയാൾക്കൊരു ആഗ്രഹം തോന്നി. ആ രാജ്യത്തിൽ എത്ര ആൾക്കാരുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുകയും അതിനുവേണ്ടി യോസഫിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യോസഫിന് ബത്ലഹേം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടാവുകയും യോസഫ് മറിയത്തിനെയും കൊണ്ട്, വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറിയത്തിനെയും കൊണ്ട് ഒരു കഴുതപ്പുറത്ത് ബത്ലഹേമിലേക്ക് യാത്രയാവുകയാണ്. യാത്രാക്ഷീണം കൊണ്ട് മറിയം വളരെയധികം ക്ഷീണിതയാവുന്നു. അങ്ങനെ ഓരോ വീടുകളും അല്ലെങ്കിൽ ഓരോ കടകളും വീടുകളും എല്ലാം തന്നെ അഭയത്തിനായിട്ട്, ഒരു രാത്രി തങ്ങാൻ വേണ്ടി അഭയത്തിനായിട്ട്, അതിനിടയിൽ മറിയത്തിന് ഗർഭത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം, അതായത് പ്രസവത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ യോസഫ് എല്ലാ വീടുകളും പോയിട്ട് അഭ്യർത്ഥിക്കുകയും ഒരു വീടും ഒരു കടകളും അടക്കം തുറന്നു കൊടുക്കാൻ ആരും തയ്യാറാവാത്ത സ്ഥിതിക്ക് മറിയത്തിനെയും കൊണ്ട് യോസഫ് രാത്രി നേരത്തെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് പ്രസവവേദന കൂടുതലായ സമയത്ത് ഒരു പശുത്തൊഴുത്ത് കാണുകയും ആ പശുത്തൊഴുത്തിൽ മറിയത്തിനെയും കൊണ്ട് യോസഫ് അഭയം പ്രാപിക്കുകയും മറിയം അവിടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. ആ ആൺകുഞ്ഞിൻ്റെ തണുപ്പകറ്റാൻ വേണ്ടി ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള ആ ഒരു രാത്രി താങ്ങാൻ ആ കുഞ്ഞിന് കഴിയില്ല എന്ന് വിചാരിച്ച യോസഫ് വൈക്കോല് കൊണ്ട് ഒരു പുൽമെത്തയുണ്ടാക്കി കുഞ്ഞിനെ അതിൽ കിടത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് ബത്ലഹേമിലെ 2 ആട്ടിടയന്മാർ ഒരു രാത്രി ഒരു നക്ഷത്രത്തിനെ കാണുകയും ആ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് ദൈവദൂതികമാർ, അതായത് മാലാഖമാർ ഇറങ്ങി വരികയും ഇവരോട് പറയുകയാണ്, അവിടെ ഒരു ദൈവദൂതൻ ജനിച്ചിരിക്കുന്നു, അതായത് യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്ന യേശുദേവൻ ജനിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജനനം എല്ലാ ഗ്രാമങ്ങളിലും പോയി അറിയിപ്പിക്കുക എന്നുള്ള ഒരു മെസ്സഞ്ചർ ആ മാലാഖമാർ ആ ആട്ടിടയന്മാർക്ക് കൊടുക്കുന്നു. ആ ആട്ടിടയന്മാർ ഇത് കേട്ട ഉടനെ തന്നെ ഏതാണ് സ്ഥലം എന്നറിയാതെ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു 3 തത്വജ്ഞാനികൾ അല്ലെങ്കിൽ
അങ്ങനെ വിവരമുള്ള ഒരുപാട് ബുദ്ധിയുള്ള, അതായത് വൈദികന്മാരോ അങ്ങനെയുള്ള ആ ഒരു ഇതിൽപ്പെടുന്ന 2-3 ആൾക്കാർ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു ഒരു ദൈവദൂതൻ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജനിക്കും എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് തന്നെ ആ നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയും ആ ദൈവദൂതൻ അവിടെ ജനിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സഞ്ചർ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തത്വജ്ഞാനികൾ, ഈ വിദൂഷകൻ, ഈ തത്വജ്ഞാനികൾ, ഈ വൈദികന്മാർ ഈ ഏതാണ് പശുത്തൊഴുത്ത് എന്നറിയാൻ വേണ്ടി ഈ നക്ഷത്രം വഴി കാണിച്ചു കൊടുക്കുകയാണ്. ആ നക്ഷത്രം പോയി യേശു ജനിച്ച സ്ഥലത്ത് ആ പുൽക്കൂടിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയും ഈ വന്ന വൈദികന്മാർ അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ, അതായത് ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട സമ്മാനങ്ങളുമായിട്ടല്ല അവർ പോകുന്നത്, ദൈവങ്ങൾക്ക് കൊടുക്കാനുള്ള വീഞ്ഞും അങ്ങനെ തൈര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാനീയം ഇതെല്ലാം കൂടി കൊണ്ടുപോയി അവിടെ യേശുവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ഡിസംബർ 25-നും നമ്മൾ എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കുകയും പുൽക്കൂട് ഒരുക്കുകയും ക്രിസ്മസ് ട്രീ തൂക്കിയിടുകയും ഗിഫ്റ്റുകൾ കൈമാറുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു ലോകരക്ഷകൻ്റെ അവതാരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതായത് ആട്ടിടയന്മാരുടെ മുന്നിൽ ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ നന്മ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ളതായിരുന്നു. യേശുവിൻ്റെ ജീവിതവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ത്യാഗത്തിൻ്റെയും നന്മയുള്ള ഹൃദയത്തിൻ്റെയും സന്മനസ്സിൻ്റെയും ഒക്കെ ബാലപാഠങ്ങളാണ്. അതെല്ലാം തന്നെ നമ്മൾ അത്രത്തോളം തന്നെ എത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കൂടി നന്മയുള്ളൊരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ലോകജനതയ്ക്ക് എല്ലാവർക്കും കഴിയും എന്ന് തന്നെയാണ് എനിക്ക് ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു സന്ദേശമായിട്ട് കൊടുക്കാൻ തോന്നുന്നത്. ഹാപ്പി ക്രിസ്മസ്.